മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷിക ദിനത്തിൽ പുതുപ്പള്ളി പള്ളി അങ്കണത്തിൽ നടന്ന സ്മൃതി ദിനാചരണം ഉദ്ഘാടനം ചെയ്ത AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. അനുസ്മരിക്കുന്ന ഒരു ചടങ്ങ് ഇന്ന് സത്യത്തിൽ പുതുപ്പള്ളിയിലും കേരളത്തിലും മാത്രമല്ല ലോകമെമ്പാടും നടക്കപ്പെടുന്നുണ്ട്. ഞാൻ ലോകമെമ്പാടെന്ന് പറഞ്ഞാൽ ഒരു അതിശയോക്തിയാണ്. സത്യത്തിൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും സമ്പൂർണമായ പ്രകാശം ജനം കൂടുതൽ ഏറ്റുവാങ്ങിയത് അദ്ദേഹത്തിൻ്റെ മരണശേഷമായിരുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാകില്ല. കേരളത്തിൻ്റെ പൊതുപ്രവർത്തന ചരിത്രത്തിന് തന്നെ 2 ഘട്ടങ്ങളാണ് ഉമ്മൻചാണ്ടി സമ്മാനിച്ചത്. ഒന്ന് ഉമ്മൻചാണ്ടിക്ക് ശേഷവും ഉമ്മൻചാണ്ടിക്ക് മുമ്പ്. ജനങ്ങളാണ് VIP എന്നുള്ളൊരു കൾച്ചർ സംസ്കാരം കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. ഏറ്റവും മുന്നിൽ നിന്ന നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മുന്നിൽ വരുന്ന ജനങ്ങളെ അവരെയാണ് VIP-മാരായിട്ട് കണ്ടത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഭരണതലത്തിലെല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. അപ്പോൾ അത് നമ്മൾ സെർവന്റ് ലീഡർഷിപ്പ് എന്ന് പറയും. യഥാർത്ഥത്തിൽ സെർവന്റ് ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഒരു ആശയം തന്നെ രാഷ്ട്രീയത്തിൽ സാമൂഹ്യ പ്രവർത്തനത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. സേവക നേതൃത്വം എന്ന് പറയും. അപ്പൊ അത് അക്ഷരാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി സെർവന്റ് ലീഡർഷിപ്പിന്റെ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഉദാഹരണമായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതിൽ സംശയമില്ല. ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തു. ആഴ്ചതോറുമുള്ള മാധ്യമ സമ്മേളനങ്ങൾ, ഇത് രണ്ടും നിർഭാഗ്യവശാൽ കഴിഞ്ഞ കാലത്തെ ഗവൺമെന്റ് നിർത്തലാക്കി. ഞാൻ അഭിമാനത്തോടെ പറയുന്നു, VD സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ വീണ്ടും ആദ്യം സെക്രട്ടേറിയറ്റ് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തു. അതോടൊപ്പം മാധ്യമ സമ്മേളനവും ആരംഭിച്ചു. അത് ജനങ്ങളിലേക്കുള്ള ട്രാൻസ്പെറൻസിയുടെ UDF-ന്റെ പ്രതിജ്ഞാബദ്ധതയുടെ ഏറ്റവും വലിയ തെളിവായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ച പ്രവർത്തനങ്ങളുടെ ഏറ്റവും വളരെയേറെ അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു, UDF-ന്റെ ഉജ്ജ്വലമായ മുന്നേറ്റമാണ്. ഈ മുന്നേറ്റത്തിന് പല കാരണങ്ങളും ഉണ്ടായിരുന്നു. നമുക്ക് പുതുപ്പള്ളിക്കാരോട് ഞാൻ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് പ്രസംഗിച്ചതാണ് ചാണ്ടി ഉമ്മൻചാണ്ടി എന്ന മനുഷ്യൻ കേരളത്തിന് കാഴ്ചവെച്ച, കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് സമ്മാനിച്ച, അദ്ദേഹത്തിന്റെ കാലത്തെ ഭരണരംഗത്ത് അദ്ദേഹം കാണിച്ച പ്രവർത്തന ശൈലിക്കുള്ള ഒരു അംഗീകാരം കൂടിയായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാനിപ്പോഴും ഓർക്കുന്നു, കണ്ണൂരിൽ അദ്ദേഹം എത്തി. പ്രതിഷേധമുണ്ടാവും മുഖ്യമന്ത്രിക്കെതിരെ. അദ്ദേഹത്തെ കല്ലെറിഞ്ഞു. അദ്ദേഹം തലക്ക് പരിക്കേറ്റു. കേരളം സ്തംഭിച്ച ദിവസമായിരുന്നു. എല്ലാവരും മുഖ്യമന്ത്രി പ്രതികാരദാഹിയായിട്ട് അവരെ ആഞ്ഞു വീശുമെന്നായിരുന്നു വിചാരിച്ചു. പക്ഷെ മുഖ്യമന്ത്രി, അത് ഹേമേന്ദ്രൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, തിരുവനന്തപുരം ആഭ്യന്തരമന്ത്രിയാവുമെന്ന്. അദ്ദേഹം പറഞ്ഞു, ഇതിനെതിരെ യാതൊരു നടപടിയും, അവർക്കെതിരെ നടപടി സ്വീകരിക്കരുത്, അവരെ ടച്ച് ചെയ്യരുത്. അവരെ പ്രതിഷേധം രേഖപ്പെടുത്തി, എനിക്ക് പരിക്ക് പറ്റി, ഒന്നും കുഴപ്പമില്ല. എന്തൊരു മാഗ്നാനിമിറ്റിയുള്ള നിലപാടായിരുന്നു.